Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ നടക്കാം. നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു: എന്നെ അനുസ്മരിക്കാൻ ഞാൻ ഇടയാക്കുന്നിടത്തേക്ക് ഞാൻ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. എന്നെ അനുസ്മരിക്കാൻ ഞാൻ ഇടയാക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളുടെ പക്കലേക്ക് കടന്നു വരികയും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുസ്മരിക്കാൻ ദൈവം ഈ ദേശത്ത് തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഭവനത്തിലേക്ക് ദൈവം കടന്നു വന്നുകൊണ്ട് ദൈവത്തെ സ്മരിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ പ്രകീർത്തിക്കുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന മക്കളെ, നിങ്ങളെ ഇന്ന് ദൈവം അനുഗ്രഹിക്കുമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദാനം. ആ ദൈവത്തെ നമുക്ക് ഹൃദയം കൊണ്ട് നമുക്കൊന്ന് കാണാം, നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. കാരണം ദൈവത്തിന്റെ വചനം സത്യമാണ്. 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തുവെങ്കിൽ ആ ദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ നമുക്ക് ഹൃദയപൂർവ്വം സ്നേഹത്തോടുകൂടി കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഈശോയെ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ശക്തമായി സ്തുതിക്ക് പ്രിയപ്പെട്ടവരെ. ആദരം തന്നവനെ, ശബ്ദം തന്നവനെ, കരങ്ങൾ തന്നവനെ ഒന്ന് സ്തുതിച്ച് ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് ഒരു തിരുവചനം കേട്ടതിന് ശേഷം നമുക്ക് ഇരിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന 1-ാം അധ്യായം 2 മുതൽ 4 വരെയും 3-ാം അധ്യായം 17-ഉം 18-ഉം തിരുവചനങ്ങളാണെന്ന് വായിച്ച് നമ്മൾ കേൾക്കുക. 1-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ: കർത്താവേ, എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങത് കേൾക്കാതിരിക്കുകയും ചെയ്യും. കർത്താവേ, എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങത് കേൾക്കാതിരിക്കുകയും ചെയ്യും. എത്ര നാൾ അക്രമമെന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങനെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്കങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു? നാശവും അക്രമവും ഇതാ എന്റെ കൺമുൻപിൽ. കലഹവും മത്സരവും തല ഉയർത്തുന്നു. നിയമം നിർവീര്യമാക്കപ്പെടുന്നു, നീതി നിർവഹിക്കപ്പെടുന്നില്ല. ദുഷ്ടൻ നീതിമാനെ വളയുന്നു, നീതി വികലമാക്കപ്പെടുന്നു. 17-ഉം 18-ഉം തിരുവചനങ്ങൾ: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എന്റെ ബലം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 ഒരു നിമിഷം കൂടി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരിക്കൽ ഞാനൊരു മെഡിക്കൽ ജേർണലിൽ ഒരു നല്ലൊരു മെഡിക്കൽ റിപ്പോർട്ട് കണ്ടു. ആ മെഡിക്കൽ റിപ്പോർട്ട് ഇതായിരുന്നു: ഒരു കൃത്രിമ കൈ നഷ്ടപ്പെട്ടു പോയ, ജന്മന കൈയില്ലാത്ത ഒരു മനുഷ്യന് 2 കൃത്രിമ കൈ അമേരിക്കയിലെ ഡോക്ടർമാര് ന്യൂയോർക്കിലെ ഹോസ്പിറ്റൽ, വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പരീക്ഷണത്തിൽ വെച്ചുപിടിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതായിരുന്നു: ആ കൃത്രിമ കൈ വെച്ചുപിടിപ്പിക്കാൻ അന്ന് ചെലവായത് $70 മില്യൺ 8 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഞാൻ ദൈവത്തെ സ്തുതിച്ച്, ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക്, അങ്ങയുടെ മക്കൾക്ക് തരുന്ന ഒരു കൈയുടെ വില. പ്രിയപ്പെട്ടവരെ, കൈയില്ലാത്തവനെ കൈയുടെ വില അറിയത്തുള്ളൂ. നമ്മൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ 2 കരങ്ങളും ഒന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ പറയുമ്പോൾ
നമുക്ക് കരമുയർത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവം നമുക്ക് തന്ന കരത്തിന്റെ വില നമുക്കറിയത്തില്ല. നമുക്കൊന്ന് കരമുയർത്തിക്ക്, ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിക്ക്, പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. ദൈവമേ, നീ ദാനമായി നൽകിയ ഈ കരം നിന്റെ മഹത്വത്തിനായി നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, ദൈവമേ, ഞാൻ കരങ്ങൾ ഉയർത്തുന്നത് നീ ധൂപാർച്ചനയായി നീ അത് സ്വീകരിക്കണമേ എന്ന്. നമുക്കും നമ്മുടെ കരങ്ങൾ ഉയർത്തുന്നത് ദൈവസന്നിധിയിൽ ധൂപാർച്ചനയായി സ്വീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ കൂടാരത്തെ മുഴുവൻ എല്ലാ ശുശ്രൂഷകളെയും ഗായക സംഘത്തെയും ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശക്തമായി ഒന്ന് സ്തുതിക്കാം. ഈശോയെ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ. കർത്താവേ, അങ്ങ് ശക്തമായ അഭിഷേകം കൊടുക്കട്ടെ. കർത്താവേ, അങ്ങ് ശക്തമായ അഭിഷേകം കൊടുക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് ശാന്തമായിരിക്കാം. അത്തിമരം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും, ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും, ധാന്യം വയലുകളിൽ വിളഞ്ഞില്ല എങ്കിലും, ആടുകൾ ആലയിൽ അറ്റുപോയാലും, കന്നുകാലിക്കൂട്ടങ്ങൾ തൊഴുത്തില്ലാതായാലും, ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ കർത്താവാണ് എൻ്റെ ബലം. പ്രിയപ്പെട്ടവരെ, നാം കഴിഞ്ഞ ഈ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ചാണ്ടിയച്ഛനിലൂടെ നാം ദൈവത്തിന്റെ വചനം കേട്ടു. തന്റെ പിതൃസ്വത്ത് ഭാഗിക്കാനായിട്ട് ഈശോയെ കൂട്ടുപിടിച്ച ആ ധനികനായ മനുഷ്യന്റെ കഥ നാം കേട്ടു. ഈശോ എന്നിട്ട് ചോദിക്കുന്നു, ആരാണ് എന്നെ നിന്റെ വസ്തു ഭാഗിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം കാണുന്നു സമ്പത്തിനു വേണ്ടി, ലോകത്തിന്റെ അധികാരങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ മഹത്വങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന ഒരു ജനസമൂഹത്തെ. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം തങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പരക്കം പായുന്ന ഒരു ജനതയ്ക്ക് മുമ്പിലാണ് ദൈവം നമുക്ക് ജോബിന്റെ പുസ്തകം തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകസമ്പത്തിനു വേണ്ടി രാവും പകലും പണമാണ് ദൈവമെന്നുള്ള ആ മുദ്രാവാക്യവും പേറിക്കൊണ്ട് പരക്കം പായുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവം ജോബിന്റെ പുസ്തകം നമുക്ക് തന്നിരിക്കുകയാണ്. കാരണം ദൈവം ഒന്നും ഉദ്ദേശിക്കാതെയല്ല, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന നീതിമാനായ ജോബിനെ പരീക്ഷിച്ചുകൊണ്ട് ദൈവം ചെയ്ത പ്രവൃത്തി ലോകത്തിന്റെ അവസാനം വരെ ദൈവമക്കൾക്ക് വേണ്ടി വായിക്കുവാനും ധ്യാനിക്കുവാനും തന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെ നശ്വരത ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി നാം കാണുന്നുണ്ട്. ജോബിന്റെ പുത്രന്മാർ മൂത്ത സഹോദരന്റെ വീട്ടിൽ ഒന്നിച്ചുകൂടുമ്പോൾ ഒരു വേലക്കാരൻ ഓടി വന്ന് പറഞ്ഞു, ഞങ്ങൾ കാളകളെ തെളിക്കുകയും കഴുതകൾ ഞങ്ങളുടെ അടുത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ ഷേബായിൽ നിന്ന് കുറെ ആളുകൾ വന്ന് ഞങ്ങളെ ആക്രമിച്ച് വേലക്കാരെ മുഴുവൻ കൊന്നു. കാളകളെയും കഴുതകളെയും കൊണ്ട് അവർ കടന്നു കളഞ്ഞു, ഞാൻ മാത്രം അവശേഷിച്ചു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറൊരുവൻ വന്ന് പറഞ്ഞു, ആകാശത്തും ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വന്ന് നിന്റെ ദാസന്മാരെയും ആടുകളെയും മുഴുവൻ വേവിച്ചു കളഞ്ഞു, അഗ്നിക്കിരയാക്കി. നിന്നോടിത് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. മൂന്നാമതൊരു ഓടി വന്ന് പറഞ്ഞു, ഇതാ 3 കൂട്ടം മിദിയാൻകാർ വന്നിട്ട് നിന്റെ ദാസന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞിട്ട് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി, നിന്നോട് വിവരം പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. ഇത് പറഞ്ഞു കഴിഞ്ഞു. നാലാമതൊരുവൻ വന്ന് പറഞ്ഞു, നിന്റെ മക്കൾ മുഴുവൻ നിന്റെ മൂത്ത മകന്റെ വസതിയിൽ ഒന്നിച്ചുകൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ വലിയ ചുഴലിക്കാറ്റുണ്ടായി, വീടിടിഞ്ഞു വീണു, അവർ മുഴുവൻ മരിച്ചു.
പ്രിയപ്പെട്ടവരെ, ജോബിന്റെ പുസ്തകം ഞാൻ ഈ കാര്യങ്ങൾ മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ. കാരണം നമുക്കറിയാം, ഒരു ചെറിയ ആട് ചത്തുപോയി കഴിഞ്ഞാൽ, ഒരു ചെറിയ കന്നുകാലി നമ്മുടെ തൊഴുത്തിൽ നിന്ന് നമുക്ക് ഇല്ലാതായാൽ, നമ്മുടെ ഒരു വർഷത്തെ ഏതെങ്കിലും ഒരു വിളവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ കുഞ്ഞിന് നമ്മൾ ആഗ്രഹിച്ച എല്ലാ വിഷയങ്ങൾക്കും +2 കിട്ടാതെ വന്നാൽ, നമ്മുടെ രോഗങ്ങൾക്ക് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ചികിത്സിച്ചിട്ടും സൗഖ്യം ഇച്ചിരി താമസിച്ചു പോയാൽ, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിന്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും വലിയ നീതിമാനായ മനുഷ്യന്റെ കഥയാണ് ജോബ്. നാം കാണുന്നുണ്ട്, എല്ലാം ദൈവം കൊടുത്തിട്ടും എല്ലാം ദൈവം എടുത്തിട്ടും ആ നീതിമാനായ മനുഷ്യൻ 22-ാം അധ്യായം 19-ാമത്തെ അധ്യായം 26-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നു, എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും ഞാൻ എന്റെ മാംസത്തിൽ നിന്ന് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ബലഹീനത നിമിത്തം ദൈവം നമ്മളെ പരീക്ഷിക്കുന്നില്ല. നമ്മുടെ ഇല്ലായ്മ നിമിത്തം, നമുക്കറിയാം, നമ്മുടെ ബലക്കുറവ് നിമിത്തം ദൈവം നമ്മളെ ഒരിക്കലും പരീക്ഷിക്കാൻ അനുവദിക്കുകയില്ല. കാരണം ദൈവത്തിനറിയാം, ഒരു ചെറിയ സഹനം പോലും ഏറ്റെടുക്കാൻ കഴിവില്ലാത്ത ബലഹീനരായ മക്കളാണ് ദൈവത്തിന് മുമ്പിൽ എപ്പോഴും സഹായത്തിന് വേണ്ടി, അർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന എന്റെ ഈ പാവം കുഞ്ഞുങ്ങളെന്ന്. അതുകൊണ്ട് ദൈവം നമ്മളെ ഒരിക്കലും ദൈവത്തിന്റെ മുമ്പിൽ പരീക്ഷണത്തിന് വിധേയനാക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജനതയല്ല നമ്മൾ. ദൈവം ഒന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, ചെറിയ സഹനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ചെറിയ ക്ലേശങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ചെറിയ ഇടർച്ചകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ചെറിയ തകർച്ചകളിൽ ദൈവത്തെ വാഴ്ത്തുവാൻ കഴിയുന്ന ഒരു അധരം നമുക്കുണ്ടായിരിക്കണമെന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, നാം കണ്ടു, ഹബക്കൂക്ക് പ്രവാചകനിലൂടെ നാം കണ്ടു, അത്തിമരം പൂക്കുന്നില്ല എങ്കിൽ, നമുക്കറിയാം, ഒരു വർഷത്തെ നമ്മുടെ വിളവിന്റെ വരുമാനം സ്വല്പം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യമായി, ദൈവത്തോട് ദേഷ്യമായി, പ്രകൃതിയോട് ദേഷ്യമായി, പണിക്കാരോട് ദേഷ്യമായി, നമ്മുടെ വീട്ടുകാരോട് ദേഷ്യമായി നമ്മൾ കോപിഷ്ഠരായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ? ആ വിളവിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നമ്മുടെ ഹൃദയം നമ്മൾ അർപ്പിച്ചിരുന്നു. ആ വിളവിൽ നിന്ന് കിട്ടുന്ന ആ ആദായത്തിൽ നമ്മുടെ ഹൃദയം അർപ്പിച്ചിരുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലായിരുന്നു. ആലയിൽ ആളുകൾ അറ്റുപോയിട്ടില്ല നമുക്കൊരിക്കലും. നമ്മുടെ അടുക്കളയിൽ ധാന്യങ്ങൾ ഇല്ലാതായിട്ടില്ല ഒരിക്കലും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പട്ടിണി കിടക്കേണ്ട അവസ്ഥ നമ്മുടെ തിരിച്ചറിവിന് ശേഷം ദൈവം വരുത്തിയിട്ടില്ല. എങ്കിലും ഒരു നേരത്തെ കുറവ് വന്നാൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ മനോഭാവത്തിന്റെ മുമ്പിൽ നമ്മൾ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായ പഴയ നിയമത്തിലെ ജോബിനെ നമ്മൾ മുമ്പിൽ പ്രതിഷ്ഠിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മളൊന്ന് കണ്ണടച്ച് ഈ ലോകത്തെന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ടെന്നൊന്ന് ധ്യാനിച്ചേ. ഞാൻ ആഗ്രഹിക്കാത്ത, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അർഹിക്കാത്ത ദാനങ്ങൾ കൊണ്ട് ദൈവം എന്നെ നിറച്ചിട്ട്, ഞാൻ ആഗ്രഹിക്കാത്ത സമ്പത്ത് എനിക്ക് തന്നിട്ട്, ഞാൻ അർഹിക്കാത്ത ജോലി എനിക്ക് തന്നിട്ട്, മിടുക്കരായ നല്ല കുഞ്ഞുമക്കളെ എനിക്ക് നൽകിയിട്ട്, നല്ല കഴിവും സൗന്ദര്യമുള്ള മക്കളെ തന്നിട്ട് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇന്നുവരെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? പിന്നെയല്ലേ പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയുക. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് മഹത്വപ്പെടുത്തണമെങ്കിൽ പരിശുദ്ധ അമ്മ ഒരിക്കൽ പാടിയല്ലോ, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തണമെങ്കിൽ എന്റെ ആത്മാവിൽ കർത്താവ് ഉണ്ടായിരിക്കണം. എന്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കണമെങ്കിൽ എന്റെ മനസ്സിൽ ദൈവമുണ്ടായിരിക്കണം. നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഈ നിമിഷം പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് എഴുന്നേറ്റുന്നുകൊണ്ട് ഹബക്കൂക്ക് പ്രവാചകനെ പോലെ, എന്റെ ദൈവമേ, ജോബിനെ പോലെ എന്റെ ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ടു പോയാലും, എന്റെ അടുക്കളയിൽ എല്ലാം ഒന്നുമില്ലാതായാലും, എന്റെ മക്കൾക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ആ ജീവിത സാഹചര്യങ്ങൾ നിന്നിൽ നിന്ന് ലഭിച്ചില്ലാതായാലും,
പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നുള്ള തീരുമാനത്തോടുകൂടി നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഈശോയെ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു, കർത്താവേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു, കർത്താവേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ശാന്തമായിരിക്കാം. ആലയിൽ ആടുകൾ അറ്റുപോയാലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും, അത്തിമരം പൂക്കാതിരുന്നീടിലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. കർത്താവിന്റെ ബലം, കർത്താവിന്റെ ധനം, കർത്താവാണ് സങ്കേതം, കർത്താവിന്റെ ഭയം. കർത്താവിന്റെ ബലം, കർത്താവിന്റെ ധനം, കർത്താവാണ് സങ്കേതം, കർത്താവിന്റെ ഭയം. ആലയിൽ ആടുകൾ അറ്റുപോയാലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും, അത്തിമരം പൂക്കാതിരുന്നീടിലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. ക്ലേശമോ ആപത്തോ പട്ടിണിയോ പീഡനമോ എന്തെന്തു വന്നാലും തളരില്ല ഞാൻ. ക്ലേശമോ ആപത്തോ പട്ടിണിയോ പീഡനമോ എന്തെന്തു വന്നാലും തളരില്ല ഞാൻ. നാശത്തിനോ മരണത്തിനോ ദൈവസ്നേഹത്തിൽ നിന്നകറ്റാൻ കഴിയില്ലെന്നേ. നാശത്തിനോ മരണത്തിനോ ദൈവസ്നേഹത്തിൽ നിന്നകറ്റാൻ കഴിയില്ലെന്നേ. കർത്താവിന്റെ ബലം, കർത്താവിന്റെ ധനം, കർത്താവാണ് സങ്കേതം, കർത്താവിന്റെ ഭയം. കർത്താവിന്റെ ബലം, കർത്താവിന്റെ ധനം, കർത്താവാണ് സങ്കേതം, കർത്താവിന്റെ ഭയം. ആലയിൽ ആടുകൾ അറ്റുപോയാലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും, അത്തിമരം പൂക്കാതിരുന്നീടിലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. യേശുവേ നീ തരും സ്നേഹമാം തേൻകനി അതുമാത്രം മതി എന്റെ ജീവിതത്തിൽ.
എന്നും ആനന്ദത്തോടാഹ്ലാദത്തോടൊന്നായിടും. നിൻഗേഹത്തിൽ നിന്നോടൊപ്പം എന്നും ആനന്ദത്തോടാഹ്ലാദത്തോടൊന്നായിടും. കർത്താവിന്റെ ബലം, കർത്താവിന്റെ ധനം, കർത്താവാണൻ സങ്കേതം, കർത്താവിന്റെ ഭയം. കർത്താവിന്റെ ബലം, കർത്താവിന്റെ ധനം, കർത്താവാണൻ സങ്കേതം, കർത്താവിന്റെ ഭയം. ആലയിൽ ആടുകൾ അറ്റുപോയാലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും, അത്തിമരം പൂക്കാതിരുന്നീടിലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. കർത്താവിന്റെ ബലം, കർത്താവിന്റെ ധനം, കർത്താവാണൻ സങ്കേതം, കർത്താവിന്റെ ഭയം. കർത്താവിന്റെ ബലം, കർത്താവിന്റെ ധനം, കർത്താവാണൻ സങ്കേതം, കർത്താവിന്റെ ഭയം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-45 തിരുവചനങ്ങളിൽ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്: സ്വർഗരാജ്യം ഒരുവൻ വയലിൽ ഒളിച്ചു വെച്ച നിധിക്ക് സദൃശ്യം. അവൻ ആ നിധി കണ്ടെത്തിയപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ ആ നിധി സ്വന്തമാക്കി. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യമാകുന്ന നിധി കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഈ നിമിഷം നമ്മൾ ഇനി ധ്യാനിക്കാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വെച്ച് പൂജിക്കുന്ന ദൈവം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുന്ന വിഗ്രഹം എന്ന് നാം ഇന്ന് കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്: നീ സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ വെള്ളത്തിലും എറിയുമെങ്കിൽ നിനക്ക് സർവശക്തൻ സ്വർണവും വിലതീരാത്ത വെള്ളിയുമാകുമെങ്കിൽ നീ ആ ദൈവത്തിൽ ആനന്ദിക്കുകയും ആ കർത്താവിലേക്ക് നീ മുഖമുയർത്തുകയും ചെയ്യും. അപ്പോൾ അവിടുന്ന് നിന്റെ പ്രാർത്ഥന ശ്രവിക്കുകയും നിന്റെ പാതകൾ പ്രകാശപൂർണമാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നാം ഒന്നോർക്കണം, നാം എന്തിനാണ് നമ്മുടെ ഹൃദയം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? നമുക്കറിയാം, സൃഷ്ടിയിൽ മനസ്സുയർത്തി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനും സൃഷ്ടാവിനെ ദർശിക്കാൻ കഴിയുകയില്ല. നശ്വര വസ്തുക്കളിൽ മനമർപ്പിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും അനശ്വരതയിലേക്ക് കടന്നെത്തുവാനായിട്ട് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഏറിയാൽ അത് നമ്മുടെ മരണക്കിടക്ക വരെ, അല്ലെങ്കിൽ നമ്മുടെ കുഴിമാടത്തിൽ വരെ അവയൊക്കെ നമ്മെ അനുഗമിക്കും. പക്ഷെങ്കിൽ ദൈവത്തിൽ, ദൈവമായ കർത്താവിൽ, ദൈവം നമുക്ക് നൽകിയ ആ ദൈവികമായ സ്നേഹത്തിൽ, ആ ചൈതന്യത്തിൽ ദൈവം പറഞ്ഞല്ലോ സുവിശേഷത്തിൽ: നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കൂട്ടിവെക്കരുത്. നിങ്ങളെ ഭൂമിയിൽ നിക്ഷേപം കൂട്ടിവെച്ചാൽ അത് കള്ളന്മാർ തുറന്നെടുക്കുകയും അത് ചെതലുകൾ അരിച്ച് പെറുക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, എന്നാൽ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടിവെക്കുവിൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഭോഷനായ തനികിലൂടെ, ഇന്ന് അച്ഛനിലൂടെ ദൈവസ്വരം നമ്മൾ ശ്രമിച്ചു. ഭൂമിയിലല്ല നമ്മൾ നിക്ഷേപം കൂട്ടിവെക്കേണ്ടത്, സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിലാണ് നമ്മൾ നിക്ഷേപം കൂട്ടിവെക്കേണ്ടത്. ഇന്ന് പലപ്പോഴും പലർക്കും ഒരു സംശയമുണ്ട്: ദൈവമേ, എന്താണ് ദൈവഹിതം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന്. മിക്ക ആത്മീയരായ മനുഷ്യർക്കുമുള്ള ഏറ്റവും വലിയൊരു സംശയമാണ്: ഞാൻ എന്ത് ചെയ്യണം? എന്താണ് ദൈവഹിതം? പ്രിയപ്പെട്ടവരെ, ദൈവഹിതം തേടി എങ്ങോട്ടും പോകണ്ട. ദൈവം, പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ, തന്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചു വെച്ചിരിക്കുന്ന ഈ തിരുവചനങ്ങൾ തന്നെയാ ദൈവത്തിന്റെ ഹിതം. യാതൊരു മാറ്റവുമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കിത് വിശ്വസിക്കാനും നമുക്കിത് അനുവർത്തിക്കാനും നമുക്ക് സാധിക്കാതെ വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി, അല്ല നമ്മുടെ ഹിതത്തിനനുസരിച്ച് ദൈവത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പകരം നമ്മുടെ ഇഷ്ടത്തെ തേടുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെ നമ്മൾ വളച്ചൊടിക്കുക. ഈശോ പറഞ്ഞില്ലേ, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം എന്നെ അനുഗമിക്കുവാൻ. പലപ്പോഴും
വിശ്വാസത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും, വിശ്വാസത്തിന്റെ ഒരംശം എന്നിലോ നമ്മളിലോ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞതുപോലെ കടുകുമണിയോളം വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കുള്ള സമ്പത്ത് മുഴുവൻ ഞാൻ വിൽക്കണ്ട. പ്രിയപ്പെട്ടവരെ, 10 വർഷത്തോളം ദശാംശത്തിന്റെ ക്ലാസ് ഒരു ധ്യാന കേന്ദ്രത്തിൽ എടുത്തതാ ഞാൻ. 10 വർഷത്തോളം ആ ദശാംശത്തിന്റെ ക്ലാസ് എടുത്തിട്ട് എനിക്കറിയാം, ആ ക്ലാസ് കേട്ടതിൽ 1 ദശാംശമെങ്കിലും കൊടുക്കുന്നുണ്ടായിരിക്കാം ദശാംശം. ബാക്കി 90% അവരവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി വരും, ദൈവത്തിന്റെ വചനം കേൾക്കും, അതവർ തള്ളിക്കളയും, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, 10 പോലും കൊടുക്കാൻ കഴിയില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാ ദൈവത്തിന്റെ ഈ സമ്പൂർണമായ വചനം അനുസരിക്കുക? പഴയ നിയമ കാലഘട്ടത്തിലെ ഒരു മനുഷ്യൻ പോലും ആകാത്ത നമുക്കെങ്ങനെ ഈ പുതിയ നിയമ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ ശിഷ്യനാകാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കേണ്ടത് ഓരോ തിരുവചനവും. ഈ ഓരോ തിരുവചനവുമാണ്, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം, 109 തിരുവചനങ്ങൾ, സുവിശേഷത്തിലെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന ആ തിരുവചനങ്ങൾ ഓരോന്നും വായിച്ച് ധ്യാനിച്ചിട്ട് ഓരോ വചനങ്ങളും എടുത്ത് വായിച്ചിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിലിട്ട ഓരയ്ക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്കറിയാം എന്താണ് എൻ്റെ വിശ്വാസം, എന്താണ് ഞാൻ ദൈവത്തിന് വേണ്ടി ത്യജിച്ചിരിക്കുന്നത്, എന്താണ് ഞാൻ ദൈവത്തിന് വേണ്ടി പൊടിയിലേക്കും നദീതടത്തിലെ ജലാശയത്തിലേക്കും ഞാൻ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നേടുവാൻ വേണ്ടി മാത്രം ദൈവത്തെ സ്തുതിക്കുവാൻ വരുന്ന ഞാൻ എങ്ങനെ ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയും? പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ തകർന്നു പോവും. ഒരു ചെറിയ പ്രലോഭനം ഉണ്ടാകുമ്പോൾ നാം വീണു പോവും. ഒരു ചെറിയ സഹനം ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോവും. കാരണം എനിക്ക് ദൈവത്തിൽ നിന്നുള്ളത് മാത്രം മതി, ഞാൻ ദൈവത്തിനുള്ളതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ പാടി, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുവെന്ന്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു രാത്രി ഉണ്ടായിരുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുവെന്നും എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്നും പറഞ്ഞ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും 2 കാളരാത്രിയായിരുന്നു ഈശോ ക്രൂശിക്കപ്പെട്ട ആ ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും. നാം തിരുവചനങ്ങളിൽ ഇത് കാണുന്നില്ല എങ്കിലും ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ദൈവ മനുഷ്യന്റെ സ്നേഹഗീത എന്നുള്ള പുസ്തകത്തിൽ അമ്മയുടെ പ്രലാപനം എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെയുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മൃതശരീരം കല്ലറയിൽ അടക്കിയതിനു ശേഷം അമ്മ തന്റെ ഭവനത്തിൽ വീണ് കിടന്ന് നിലവിളിക്കുന്ന ആ പ്രലാപന ഗീതം ഒന്ന് വായിക്കേണ്ടതാ. പതറിപ്പോയ അമ്മ പോലും, കാരണം ലോകത്തിൽ പിശാച് എപ്പോഴും തന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ, ദൈവത്തിന്റെ ഏറ്റവും വിലതിരാത്ത വ്യക്തികളുടെ മുമ്പിൽ അവൻ ഏറ്റവും വലിയ പ്രലോഭനവുമായിട്ട് വന്നു നിൽക്കും. ഈശോ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിശാച് അമ്മയുടെ മുമ്പിൽ കൊടുത്ത പ്രലോഭനം ഇതായിരുന്നു: നീ എന്തിനാണ് ഇനി വിശ്വസിക്കുന്നത്? ഇന്നുവരെ ലോകത്തിൽ കേട്ടിട്ടുണ്ടോ മരിച്ച് ഒരുവൻ സ്വയമേ ഉയർത്തെഴുന്നേറ്റത്? നിന്റെ മകൻ അനേകരെ ഉയർപ്പിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ആ ഉയർത്തെഴുന്നേറ്റവരൊക്കെ നിന്റെ മകന്റെ സഹായത്താലായിരുന്നു, ശക്തിയാലായിരുന്നു. പക്ഷേ ഇന്ന് നിന്റെ മകനെ ആരുയർപ്പിക്കും? അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞ, ഏറ്റവും വിഷാദം നിറഞ്ഞ, പ്രലാപനം കൊണ്ട് ആ രാത്രി 2 രാത്രി മുഴുവൻ കരഞ്ഞ് കണ്ണുനിർച്ചാലൊഴിക ആ രാത്രികളായിരുന്നു പ്രിയപ്പെട്ടവരെ അമ്മയുടെ ജീവിതത്തിൽ. എന്നിട്ടും അമ്മ പതറിയില്ല. കാരണം അമ്മയുടെ ഉള്ളിലും ഹൃദയത്തിലും ഈശോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ ബലം ഈശോ മാത്രമായിരുന്നു. അമ്മയുടെ പ്രത്യാശ ഈശോ മാത്രമായിരുന്നു. അമ്മയുടെ എല്ലാവിധമായ വിശ്വാസവും ദൈവത്തിലായിരുന്നു. അതുകൊണ്ട് അമ്മ പതറിയില്ല. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതൽ തിരുവചനത്തിൽ പൗലോസ്ലീഹ ചോദിക്കുന്നത്: ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആപത്തോ, ദുരിതമോ, പട്ടിണിയോ, വാളോ, നഗ്നതയോ, അധികാരങ്ങൾക്കോ, ദൂതന്മാർക്കോ, വരാനിരിക്കുന്നവയ്ക്കോ, എന്തിനെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നമ്മെ വേർപെടുത്താൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നാമും ഇത് തന്നെയാണ് നമ്മുടെ ആത്മാവിനോട്, നമ്മുടെ പ്രാണനോട് അരുളി ചെയ്യേണ്ടത്. 35-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, നീയാണ് എന്റെ അഭയമെന്ന് എന്റെ പ്രാണനോട്
നീ അരുളി ചെയ്യണമെന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ കർത്താവേ, നീയാണ് എന്റെ പ്രാണനെന്ന് എന്റെ പ്രാണനോട് നീ അരുളി ചെയ്യണമേ എന്ന് കൂടെ കൂടെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോ തിരുവചനങ്ങളും നമ്മൾ വായിക്കുമ്പോൾ വായിച്ച് മറന്നു പോകാനല്ല പ്രിയപ്പെട്ടവരെ ദൈവം തന്നിരിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന ഓരോ തിരുവചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കാനും അത് ഉരുവിടുവാനും വേണ്ടിയാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമുക്കറിയാം, സങ്കീർത്തനങ്ങളൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. 1000 തവണയല്ല ദൈവം സങ്കീർത്തനങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിതനാകുകയില്ല, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ലജ്ജിതനാകുകയില്ല. ദൈവഭക്തന്റെ അഭയം അവൻ അറിയുന്നു. കർത്താവ് ഉറപ്പുള്ള സങ്കേതവും പൊരുവയിൽ തണലും ഇടറാതിരിക്കാൻ പാറയും ഉറപ്പുള്ള കോട്ടയും അവിടുന്ന് വീഴാതിരിക്കാൻ താങ്ങുമാണ്. അവിടുന്ന് കണ്ണുകളെ പ്രകാശിച്ച ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും അനുഗ്രഹവും ജീവനും പ്രദാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. എന്റെ ദൈവമായിരിക്കട്ടെ എന്റെ ബലം. എന്റെ സമ്പത്തോ, എന്റെ ജീവിത പങ്കാളിയോ, എന്റെ മക്കളോ എനിക്ക് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമോ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നോർക്കണം, എന്റെ ദൈവമില്ലെങ്കിൽ എല്ലാം എനിക്ക് വ്യർത്ഥമായി. ഞാൻ ഈ സൃഷ്ടവസ്തുക്കളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചില്ല എങ്കിൽ, ഞാൻ ഈ നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് എന്റെ ഹൃദയത്തെ ഉയർത്തിയില്ല എങ്കിൽ, ഞാൻ കുഴിമാടം വരെയുള്ള പ്രിയപ്പെട്ടവരെ എന്റെ അസ്തിത്വം. അല്ലെങ്കിൽ നിത്യമായ ഒരു മഹത്വം എന്റെ ദൈവം എനിക്ക് നൽകും. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക് വേണ്ടി ഒരു നന്മ നിറയെ ചെല്ലാൻ നമുക്ക് ആവുന്നുണ്ടോ? ഇന്ന് ലോകം മുഴുവൻ EFA.com-ലൂടെ വെബ്സൈറ്റിലൂടെ ശ്രവിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവം തന്നുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നിയോഗങ്ങൾ ദൈവം സാധിച്ചു തരും. കാരണം നീ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. നീ കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ ലജ്ജിതനാക്കുകയില്ല എന്ന് അവിടുന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കരങ്ങൾ ഉയർത്താം. ഇന്ന് ലോകം മുഴുവൻ എന്റെ ദൈവമേ വിശ്വാസത്തിന്റെ ശക്തിയിൽ ഉറയ്ക്കാൻ വേണ്ടി, ദൈവത്തിൽ ബലം വെക്കുവാൻ വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി സകല മനുഷ്യനും കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഈശോയെ നന്ദി പറയുന്നു, ദൈവമേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു, കർത്താവേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു, കർത്താവേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി. ഓരോ പ്രിയപ്പെട്ടവരെ ഉച്ചത്തിൽ സ്തുതിക്ക് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ. അഭിഷേകം ഉള്ളട്ട് പ്രിയപ്പെട്ടവരെ, അഗ്നിപോലെ ഉള്ളട്ട് പ്രിയപ്പെട്ടവരെ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആലയിൽ ആടുകൾ അറ്റുപോയാലും, മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും, മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും, അത്തിമരം പൂക്കാതിരുന്നീടിലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. കർത്താവെന്റെ ബലം, കർത്താവെന്റെ ധനം, കർത്താവാണ് സങ്കേതം, കർത്താവെന്റെ അഭയം. കർത്താവെന്റെ ബലം, കർത്താവെന്റെ ധനം, കർത്താവാണ് സങ്കേതം, കർത്താവെന്റെ അഭയം. ആലയിൽ ആടുകൾ അറ്റുപോയാലും, മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും, മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും, അത്തിമരം
പൂക്കാതിരുന്നീടിലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. ക്ലേശമോ ആപത്തോ പട്ടിണിയോ പീഡനമോ എന്തെന്തു വന്നാലും തളരില്ല ഞാൻ. ക്ലേശമോ ആപത്തോ പട്ടിണിയോ പീഡനമോ എന്തെന്തു വന്നാലും തളരില്ല ഞാൻ. നാശത്തിനോ മരണത്തിനോ ദൈവസ്നേഹത്തിൽ നിന്നകറ്റാൻ കഴിയില്ലെന്നേ. നാശത്തിനോ മരണത്തിനോ ദൈവസ്നേഹത്തിൽ നിന്നകറ്റാൻ കഴിയില്ലെന്നേ. കർത്താവെന്റെ ബലം, കർത്താവെന്റെ ധനം, കർത്താവാണ് സങ്കേതം, കർത്താവെന്റെ ഭയം. കർത്താവെന്റെ ബലം, കർത്താവെന്റെ ധനം, കർത്താവാണ് സങ്കേതം, കർത്താവെന്റെ ഭയം. ആലയിൽ നാടുകൾ അറ്റുപോയാലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും ആലയിൽ ആടുകൾ അറ്റുപോയാലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും ഭക്തിമരം പൂക്കാതിരുന്നീടിലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. യേശുവേ നീ തരും സ്നേഹമാം തേൻകനി അതുമാത്രം മതി എന്റെ ജീവിതത്തിൽ. യേശുവേ നീ തരും സ്നേഹമാം തേൻകനി അതുമാത്രം മതി എന്റെ ജീവിതത്തിൽ. നിൻ ഗേഹത്തിൽ നിന്നോടൊപ്പം എന്നും ആനന്ദത്തോടാഹ്ലാദത്തോടൊന്നായിടും. നിൻ ഗേഹത്തിൽ നിന്നോടൊപ്പം എന്നും ആനന്ദത്തോടാഹ്ലാദത്തോടൊന്നായിടും. കർത്താവെന്റെ ബലം, കർത്താവെന്റെ ധനം, കർത്താവാണ് സങ്കേതം, കർത്താവെന്റെ ഭയം. കർത്താവെന്റെ